ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ദുബായിലാണല്ലോ നിങ്ങളിപ്പം, അതായത് കോവിഡിന് മുന്നേ നിങ്ങൾ ദുബായിൽ സെറ്റിലായി. ദുബായ് എന്ന സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് പാടാൻ അല്ലെ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വന്നത്. അതിനുശേഷം ദുബായിൽ തന്നെ ഒരു ക്ലാസ് ഒക്കെ തുടങ്ങി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡാൻസ്, പാട്ട്. അപ്പോൾ എങ്ങനെ പോകുന്നു അവിടുത്തെ ജീവിതം? ആ ഒരു കോൺഫിഡൻസ് എവിടുന്ന് വന്നു? അത് ആസ്വദിക്കുന്നതിന് മുമ്പ് കോവിഡ് വന്നു. അതെ അതെ അതെ, ഒരു 8 to 9 months ഞങ്ങൾ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരി. അപ്പോഴേക്കും കോവിഡ് വന്നപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഉണ്ടായിരുന്ന പിള്ളേരിൽ വലിയൊരു വോളിയം ഓഫ് സ്റ്റുഡൻസ് ഇപ്പൊ ഓൺലൈൻ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ദുബായിൽ തന്നെ തുടങ്ങണം എന്നുള്ളത്, അതായത് ചിലവരുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മുന്നേ ഉള്ളൊരു ആഗ്രഹം സാധിച്ചെടുത്താണോ അതോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ശരി ദുബായ് എങ്കിൽ ദുബായ് എന്ന് അല്ല, ഞങ്ങൾക്ക് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, അങ്ങനെ ലോകം മുഴുവൻ ചുറ്റാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. 2 പ്രശ്നങ്ങളായിരുന്നു. ഒന്ന് പണം ഉണ്ടായിരുന്നില്ല, ഒന്ന് പണം ഉണ്ടല്ല, അതെല്ലാവരും തുടങ്ങാൻ. പിന്നെ ഒരു കോൺഫിഡൻസ്. അന്യ രാജ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തൊരു രാജ്യത്തിലൊക്കെ പോയി ഞാനും ഇവളും മോളും സെറ്റിലായി. ഒരു ചെറിയൊരു പേടി ഭയമൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ തുടങ്ങാനായിരുന്നു ആദ്യം പ്ലാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നാട്ടിൽ ഒരു ലോജിക്കലി ഇടുന്ന ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേൺസും എനിക്ക് കൺവിൻസിങ് ആയിരുന്നില്ല. അപ്പോൾ ആണ് ദുബായ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്. എന്തോ തുടങ്ങി. പക്ഷേ കോവിഡ് മനസ്സിലായി. പക്ഷെ ശരിക്കും നല്ല രീതിയിൽ പോവായിരുന്നു സ്ഥാപനം. നല്ല, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല സ്വാസിക, ശരിക്കും നമ്മള് ശരിക്കും ടെൻഷൻ ആയിരുന്നു. പക്ഷെ നല്ല റെസ്പോൺസ് ആയിരുന്നു. എന്തൊക്കെ ആയാലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും. ദൈവമേ രക്ഷപ്പെടൂ. എന്തായാലും അടിപൊളിയായിട്ട് ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ട് നല്ല ഗംഭീരമായിട്ട് ആ ക്ലാസ് മുന്നോട്ട് പോകട്ടെ. ഈ ആങ്കറിംഗിന്റെ കാര്യത്തിൽ പറയുമ്പോൾ, അതായത് നമ്മളൊക്കെ പണ്ട് TV ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ രമ്യ എന്ന് പറയുന്ന ഒരു ആങ്കറിന്റെ മുഖമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഞാനും പഠിച്ചത് കേരള തനിമയുള്ള ആ മുഖം, ചിരി, സാരിയെ കൊടുത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആങ്കർമാർ അങ്ങനെയാണ്. ഇപ്പൊ ഒരു പ്രോഗ്രാമില് ഒരു ആങ്കർ, ഒരു കൂറ ആങ്കറിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു? അതായത് ആങ്കറിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? പറയൂ. അല്ല, സ്വാസിക വളരെ നന്നായിട്ട് തന്നെ ആങ്കർ ചെയ്യുന്നുണ്ട്. ഇല്ല, അതൊരു സന്തോഷമാണ്. ഞാൻ ആ എക്സ്പീരിയൻസ് അല്ല, അതൊരു തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് എന്റെ പൊസിഷൻ അവിടെ ആയിട്ടാണ് എപ്പോഴും ഇരിക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ചാൻസസ് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരിക്കലും ഞാൻ ആങ്കറിങ്ങിലേക്ക് വന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടോ എനിക്ക് അങ്ങനെ ഒരു ഇത് ഒട്ടും ആഗ്രഹിച്ചിട്ട് വന്ന ആളല്ല. പല പല സാഹചര്യങ്ങൾ വന്ന് ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ഞാൻ ഇഷ്ടമില്ലാണ്ട് വന്ന് ഇതാണ്. അങ്ങനെ പിന്നെ കുറെ പ്രോഗ്രാംസ് ചെയ്തു. അതെ, നിർബന്ധിച്ച് വന്ന് ഒരുപാട് പേരുടെ ജോലി കുറച്ചൊക്കെ പിന്നെയാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്.